അങ്ങനെ അവർ ഇത് അവൽ ഫിത്തിയത്തു, ആ യുവാക്കൾ അഭയം തേടിയ സന്ദർഭം ഓർക്കുക. ഇലൽ കഹ്ഫി, ഗുഹയിലേക്ക്. അങ്ങനെ ആ ഗുഹയിൽ കയറിയിട്ട് ഫഖാലു, അങ്ങനെ അവര് പറഞ്ഞു. ആ ഗുഹയിൽ കയറിയിട്ട് അവര് പ്രാർത്ഥിക്കുകയാണ്. എന്താ പ്രാർത്ഥിച്ചത്? റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മ വഹയ്യിഅ് ലനാ മിൻ അംരിനാ റശദാ. റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, ആതിനാ, നീ ഞങ്ങൾക്ക് നൽകണമേ, മിൻ ലദുൻക, നിന്റെ പക്കൽ നിന്ന്, നിന്റെ അടുക്കൽ നിന്ന് നീ ഞങ്ങൾക്ക് നൽകണമേ, റഹ്മതൻ, റഹ്മത്ത്, കാരുണ്യം നൽകണമേ, വഹയ്യിഅ് ലനാ, നീ ഞങ്ങൾക്ക് ഒരുക്കിത്തരുകയും ചെയ്യണമേ. ഹയ്യ, ഏർപ്പെടുത്തി, ഒരുക്കി എന്നൊക്കെ അർത്ഥം. വഹയ്യിഅ് ലനാ മിൻ അംരിനാ റശദാ, ഒരുക്കിത്തരിക, എളുപ്പമാക്കിത്തരിക. മിൻ അംരിനാ, ഞങ്ങളുടെ കാര്യത്തിൽ, റശദൻ, റശദൻ, ഏറ്റവും നല്ല മാർഗത്തെ, ഏറ്റവും നല്ല മാർഗത്തെ നീ ഞങ്ങൾക്ക് ഏർപ്പെടുത്തി തരികയും ഒരുക്കിത്തരികയും എളുപ്പമാക്കി തരികയും ചെയ്യണമേ. ഇവിടെ റഹ്മത്ത്, അവരല്ലാഹുവിനോട് റഹ്മത്തിന് വേണ്ടി തേടുകയാണ്. ആതിനാ മിൻ ലദുൻക റഹ്മ, ഐ അഅ്തിനാ റഹ്മത്തൻ മിൻ ഇൻദിക, എൻ്റെ അടുക്കൽ നിന്നുള്ള റഹ്മത്ത് നീ ഞങ്ങൾക്ക് നൽകണേ. നമ്മൾ അള്ളാഹിനോടൊക്കെ നമ്മൾ ചോദിക്കുന്നതാണ് റഹ്മത്തിന് വേണ്ടി. എന്താ ഈ റഹ്മത്ത് എന്ന് പറഞ്ഞാൽ? വറഹ്മത്തു ഹുനാ തശ്മുലു റിസ്ഖ വൽ ഹുദാ വൽ ഹിഫ്ള്. ഇവിടെ അള്ളാഹിനോട് റഹ്മത്ത് ചോദിക്കുമ്പോൾ അതിൽ റിസ്ഖ് പെടുന്നുണ്ട്, സന്മാർഗം പെടുന്നുണ്ട്, കാവല് പെടുന്നുണ്ട്, റബ്ബിന്റെ പ്രൊട്ടക്ഷൻ കിട്ടുക, അതുപോലെ തന്നെ പാപമോചനവും പെടുന്നുണ്ട്. എല്ലാം ഉൾക്കൊള്ളുന്ന പ്രവിശാലമായ ഒരു വേർഡാണ് റഹ്മത്ത്. അള്ളാഹിന്റെ റഹ്മത്തിന് വേണ്ടി അവർ തേടുകയാണ്. അല്ലാഹുമ്മ റഹംനീ, നമ്മൾ അള്ളാഹിനോട് ചോദിക്കുമ്പോൾ, അല്ലാഹുവേ നീ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പറയുമ്പോൾ എല്ലാ അനുഗ്രഹങ്ങളും അതിൽ പെട്ടു. റിസ്ഖ് അതിൽ പെട്ടു, ആരോഗ്യം അതിൽ പെട്ടു, അതുപോലെ തന്നെ റബ്ബിൻ്റെ പ്രത്യേകമായ എല്ലാ അർത്ഥത്തിലും നാനാവഴിക്കുമുള്ള കാവല്, പ്രൊട്ടക്ഷൻ അതിൽ പെട്ടു. നമ്മിൽ നിന്ന് സംഭവിച്ചു പോയിട്ടുള്ള അപാകതകൾ പൊറത്തു തന്നുകൊണ്ട് കരുണ കാണിക്കുക എന്ന ഭാഗം അതിൽപ്പെട്ടു. ഇങ്ങനെ വിശാലമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പദമാണ് റഹ്മത്ത്. അവരാ ഗുഹയിൽ കയറിയപ്പോൾ തന്നെ പ്രാർത്ഥിച്ചത് അതാണ്. റബ്ബന, ഞങ്ങളുടെ റബ്ബേ, ആതിനാ, നീ ഞങ്ങൾക്ക് നൽകണേ, മിൻ ലദുൻക, നിന്റെ പക്കൽ നിന്ന്, ഐ മിൻ ഇൻദിക, നിന്റെ അടുക്കൽ നിന്ന് നീ ഞങ്ങൾക്ക് നൽകണേ, റഹ്മത്തൻ, റഹ്മത്ത് തരണേ. എന്തൊക്കെ റഹ്മത്ത് ഞങ്ങൾക്ക് വേണോ അതൊക്കെ തരണം. വഹയ്യിഅ് ലനാ, നീ ഞങ്ങൾക്ക് ഒരുക്കിത്തരുകയും ചെയ്യണേ, അല്ലെങ്കിൽ എളുപ്പമാക്കി തരുകയും ചെയ്യണമേ. ഐ യസ്സിർ ലനാ, നീ ഞങ്ങൾക്ക് എളുപ്പമാക്കിത്താ. വഖർരിബ് ലനാ, നീ ഞങ്ങളിലേക്ക് അടുപ്പിച്ചതാ. ഞങ്ങളുടെ കാര്യങ്ങളിൽ റശദൻ, ഏറ്റവും നല്ലതായ മാർഗം എന്താണോ അതൊക്കെ നീ ഞങ്ങൾക്ക് എളുപ്പമാക്കി തരണം. അപ്പം നിന്റെ വക്കൽ നിന്ന് റഹ്മത്ത് വേണം, പ്രത്യേകം എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് എളുപ്പമാക്കി തരണം, അത് നിലനിർത്തി തരികയും ചെയ്യണം. ഈ രണ്ട് കാര്യങ്ങൾക്കും വേണ്ടി അവർ അള്ളാഹുവിനോട് ആ ഗുഹയിലേക്ക് പ്രവേശിച്ച അവസരത്തിൽ അവർ പ്രാർത്ഥിക്കുകയുണ്ടായി എന്നാണ് അള്ളാഹു പറയുന്നത്. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഈ ചെറുപ്പക്കാർ ആ ഗുഹയിൽ കയറിയപ്പോൾ അവിടെയും അവരവിടെ അല്പം വിശ്രമിക്കുന്നതിൻ്റെ മുമ്പും അവർ പ്രാർത്ഥിക്കുകയാണ് റബ്ബിനോട് റഹ്മത്തിന് വേണ്ടി. അവരെവിടെ നിന്ന് ഓടിപ്പോന്നുവോ അവരിൽ നിന്നുള്ള കാവലിന് വേണ്ടി, തുടർന്നുള്ള അവരുടെ ജീവിതത്തിൽ ആവശ്യമായ റിസ്ഖും അതുപോലെ തന്നെ മറ്റു മാർഗങ്ങളും ഒക്കെ എളുപ്പമാക്കുവാൻ വേണ്ടി, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി അവർ പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ ഇത് അവൽ ഫിത്തിയതു ഇലൽ കഹ്ഫി
ഫഖാലു റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മതൻ വഹയ്യിഅ് ലനാ മിൻ അംരിനാ റശദാ. ഇതൊക്കെ നമുക്കും പ്രാർത്ഥിക്കാവുന്ന പ്രാർത്ഥനയാണ്. റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മതൻ വഹയ്യിഅ് ലനാ മിൻ അംരിനാ റശദാ. ഒരു പൊതു പ്രാർത്ഥനയാണത്. അതൊക്കെ നമുക്കും പ്രാർത്ഥിക്കാം. ഈ നല്ലവരായ സാലിഹീങ്ങളുടെ ദുആയാണത്. ഇപ്പൊ ഗുഹയിൽ കയറിയപ്പോൾ അവർ പ്രാർത്ഥിച്ചത് ഗുഹയിൽ മാത്രമല്ല, നമുക്കും പൊതുവായിട്ട് ആമായിട്ട് പ്രാർത്ഥിക്കാവുന്ന ഒരു ദുആയാണത്. റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മതൻ വഹയ്യിഅ് ലനാ മിൻ അംരിനാ റശദാ. അങ്ങനെ അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുകയാണ്. അവർ വിചാരിച്ച രൂപത്തിലല്ല. പക്ഷെ എന്താണ് തുടർന്നുകൊണ്ടുണ്ടായത്? ഫളറബ്നാ, അങ്ങനെ നാം അതിശക്തമായി അടിച്ചു എന്നാണ് ശരിക്കും ലറബ എന്ന് പറഞ്ഞ അർത്ഥം. ശരിക്കും ഒരു വസ്തു മറ്റൊരു വസ്തുവിലേക്ക് നേരിട്ട് ശരിക്കും ചേർത്ത് വെക്കുന്നതിനാണ് ശരിക്കും ലറബ എന്ന് പറയുന്നത്. ഇവിടെ കൈ ഒരാളുടെ പേര് അടിച്ചു എന്ന് പറയുമ്പോൾ ആ രണ്ട് ഭാഗങ്ങളും ഒന്നിച്ചു ചേരല്ലേ. ഇപ്പൊ ഇവിടെ ലറബ്നാ അലാ ആദാനിഹിം, ഉദനിന്റെ ബഹുവചനാണ് ആദാന്, ചെവികൾ. അവരുടെ ചെവികൾ നാം അടച്ചു കളഞ്ഞു. ഫളറബ്നാ, നാം അടച്ചു കളഞ്ഞു അലാ ആദാനിഹിം, അവരുടെ ചെവികളങ്ങോട്ട് അടച്ചു എന്ന് പറഞ്ഞാൽ അഗാധമായ ഉറക്കത്തിലേക്ക് അവരെ നാം വീഴ്ത്തി എന്നർത്ഥം. ചെവി ശരിക്കാണ് അടയുന്ന ഉറക്കം അവരെ ഉറക്കിയെന്നാണ്. ഉറക്ക് രണ്ട് തരമുണ്ട്. ഉറക്കിൻ്റെ ഒരു പ്രാഥമിക ഘട്ടമുണ്ട്, ഖഫീഫായ ഉറക്കാണത്. അത് നമ്മൾ ഉറങ്ങി തുടങ്ങുന്ന അവസരത്തിൽ നേരിയ ഒരു ഉറക്കത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ചുറ്റുഭാഗത്തുള്ള വർത്തമാനവും കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമല്ലെങ്കിൽ നമ്മളിങ്ങനെ കേൾക്കുന്നുണ്ടാവും. ചീമ്പിളിയും ബാളവും വർത്താനമൊക്കെ നമ്മളിങ്ങനെ കേൾക്കുന്നുണ്ടാവും ഏകദേശം. ഈ ഖഫീഫായ ഉറക്കം ഒരാളിങ്ങനെ ഉറങ്ങിയാൽ അയാൾ മനസ്സുറങ്ങിയിട്ടുണ്ടാവില്ല, അയാളെ കൽബ് ഇങ്ങനെ ചെറുതൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ടാവും. അതതിൻ്റെ ഒരു പ്രൈമറി സ്റ്റേജാണ്, തുടക്കത്തിലുള്ളൊരു സ്റ്റേജാണ്. പിന്നെ അമീഖ് ഉണ്ട്, അത് ഡീപ്പ് സ്ലീപ്പ് എന്ന് പറയുന്നത്. അവിടേക്കാണ്ട് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ എന്ത് നടന്നാലും അറിയൂല. ഇവരെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു തആല ഫളറബ്നാ അലാ ആദാനിഹിം, അവരുടെ ചെവികളിന്മേൽ അങ്ങ് അടച്ചു കളഞ്ഞു എന്നാണ്. അവരുടെ ചെവികൾ ഒന്നും പിന്നെ അവരറിയുന്നില്ല, അവരെ ഉറക്കിക്കിടത്തിയിലാണ്. അതാണ് ആ പ്രയോഗം. അവരെ ചെവികളെ അടച്ചു എന്ന് പറഞ്ഞാൽ അവരെ ഉറക്കി എന്നുള്ളതിൻ്റെ പ്രയോഗമാണ്. ഫിൽ കഹ്ഫി, ഗുഹയിൽ അവരെ ഉറക്കിക്കിടത്തി. സിനീന, വർഷങ്ങളോളം, വർഷങ്ങൾ, അദദൻ, എണ്ണപ്പെടുന്ന വർഷങ്ങൾ. സിനീന, വർഷങ്ങൾ എന്ന് പറഞ്ഞിട്ട് പിന്നെ അദദാ, എണ്ണക്കണക്കിന് വർഷങ്ങൾ എന്ന് പറഞ്ഞാൽ ധാരാളം കൊല്ലങ്ങൾ അവരെ അവിടെയുണ്ട് ഉറക്കിക്കിടത്തിയിട്ടുണ്ട്. വളരെ സുരക്ഷിതമായ നിലക്കുള്ള ഒരു ഉറക്കമാണ് അവർക്ക് അവിടെ നൽകിയിട്ടുള്ളത്. അത് 309 കൊല്ലം ഉറക്കിക്കിടത്തി എന്നാണ് ഇനി ശേഷം നമുക്ക് ഇതിലെ തുടർന്നു കൊണ്ടുള്ള ആയത്തുകളിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്തായാലും പരിസരത്ത് നടക്കുന്നതൊന്നും അറിയാത്ത നിലക്കുള്ള സുഖനിദ്രയാണ്, അഗാധമായ ഉറക്കാണ്. ആ ഉറക്ക് അവർ വിചാരിച്ചത് രാത്രിയിൽ അവിടെ ഉറങ്ങി രാവിലെ നീറ്റിക്കേണെന്നാണ്. അതൊന്നും ആയിരുന്നില്ല. ആ ഒരൊറ്റ കിടത്തം. ഗുഹ തന്നെയും അത്ഭുതകരമായ നിലക്ക് സംവിധാനിച്ചൊരു ഗുഹയിലെ അറബിന്റെ തൗഫീഖ് കൊണ്ട് അവർ കയറിയത്. അതായത് കിഴക്കുന്നുള്ള വെയിലും വരൂല, പടിഞ്ഞാട്ടിൽ നിന്ന് അസ്തമിക്കാൻ പോണ വെയിലും വരൂല. അങ്ങനെയുള്ള വെയിലൊന്നും അങ്ങോട്ട് അടിക്കാത്ത ഒരു തെക്ക് വടക്കായിട്ടുള്ള ഒരു ഗുഹയിലാണ് അവർ കയറിയതും. അതൊക്കെ റബ്ബിന്റെ നിമിത്തങ്ങളാണ്. അതിനെക്കുറിച്ചൊക്കെ ഈ ആയത്തുകളിൽ വരുന്നതുകൊണ്ട് ഞാൻ ഇപ്പം അതിലേക്ക് പ്രവേശിക്കുന്നില്ല. അവിടെ എത്തുമ്പോൾ നമുക്ക് വിശദമായിട്ട് പറയാം. ഇവിടെ ചുരുക്കത്തിൽ അള്ളാഹു പറഞ്ഞിട്ടേ ഉള്ളൂ, അവരുടെ ഉദനുകളെ, ചെവികളെ നാം അടപ്പിച്ചു കളഞ്ഞു, അങ്ങനെ അവരെ ഉറക്കിക്കിടത്തി. ഫിൽ കഹ്ഫി, ഗുഹയിൽ, സിനീന, വർഷങ്ങൾ, അദദൻ, ധാരാളം എണ്ണങ്ങളുള്ള വർഷങ്ങൾ എന്നാണ് അവിടെ അർത്ഥം വരിക. ഫളറബ്നാ അലാ ആദാനിഹിം, വാസ്തവത്തിൽ ലറബ എന്ന് പറഞ്ഞാൽ അടിച്ചു എന്നാണ്. ഇവിടെ അടിച്ചാണ് താഴ്ത്തി, അല്ലെങ്കിൽ അടിച്ചുറപ്പിച്ചു എന്നാണ്. അലാ ആദാനിഹിം, അവിടെ ഉദന്, ചെവി, എല്ലാവർക്കും അറിയണതാണ്. അതിന്റെ ബഹുവചനാണ്
ആദാൻ അവരുടെ കാതടപ്പിച്ചു കളഞ്ഞോന്ന്. കാതടപ്പിച്ചു കളഞ്ഞു പറഞ്ഞാൽ ഒന്നും കേൾക്കാത്ത നിലക്കുള്ള ഉറക്കാണ്ട് അവരെ ഉറക്കി കളഞ്ഞു. ഫിൽ കഹ്ഫി എവിടെ? ഗുഹയിൽ. അൽ കഹ്ഫിൽ. സിനീന സനത്ത്, സനത്ത് വർഷം, സിനീന കുറേ വർഷങ്ങളോളം. അദദൻ, അദദ് എന്ന് പറഞ്ഞാൽ എണ്ണങ്ങൾ എന്നാണ് അദദ്. അപ്പൊ എണ്ണങ്ങൾ ഇങ്ങനെ എണ്ണപ്പെടുന്ന അത്രയും വർഷങ്ങൾ അവരെവിടെ നാം ഉറക്കിക്കിടത്തി.